ജയേട്ടന്റെ കയ്യിൽ എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ദാ വന്നു. ഈ എഴുത്തെഴുതിയ ജയ കുട്ടിയുടെ ആരാ? ഞാൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അനിയത്തിയ. ഈ ജയ ജീവിച്ചിരിപ്പുണ്ടോ? ഈ എഴുത്ത് പോലീസിനെ ഏൽപ്പിക്കണം. ആ കുട്ടി നരകയാതന അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ എഴുത്തിൽ നിന്ന് മനസ്സിലാവും. ഇത് ചെയ്തവനെ വെറുതെ വിടാൻ പാടില്ല. ഇതെഴുതിയ ജയയുടെ ഏട്ടൻ പോലീസിലാ, വലിയ ഉദ്യോഗസ്ഥനാ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അയാളെ തന്നെ ഇത് ഏൽപ്പിക്കേ. ഏൽപ്പിക്കണം. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതിന്റെ ഉള്ളുകളികൾ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വിവരം കിട്ടിയിട്ട് വേണം ഇത് അരവിന്ദൻ സാറിനെ ഏൽപ്പിക്കാൻ. എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിലേ ഇവിടെ അടുത്തൊരു മാർജിൻ ഫ്രീ ഷോപ്പുണ്ട്, അവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി. അയ്യോ, കുട്ടിയുടെ പേര് ചോദിക്കാൻ മറന്നു. പാർവതി. എന്റെ ജീവൻ രക്ഷിച്ചതാ. ഈ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. പോട്ടെ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. മോൻ വെറുതെ വന്നാണോ? ഇവിടെ അടുത്തുവരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തിരിച്ചു പോവായിരുന്നു. കയറിയിട്ട് പോകുന്നു വിചാരിച്ചു. അത് നന്നായി. എന്റെ പാറൂട്ടിയെ വന്നൊന്ന് കാണണമെന്നുണ്ട്. നേരം കിട്ടണ്ടേ? അവൾക്ക് സുഖാണോ മോനെ? അതേ മുത്തച്ഛ, പരമസുഖ. പോയിട്ട് വരട്ടെ. വിപിൻ സാറേ, ഞാൻ വിളിച്ചപ്പോ വിപിൻ സാറ് വന്നല്ലോ. അതിന് നന്ദി പറയാൻ മറന്നുപോയി. അതുകൊണ്ടാ ഓടി വന്നത്. തറയിൽ നിന്ന് നന്ദി പറഞ്ഞ പോരെ? എന്റെ നെഞ്ചത്ത് കിടന്നോണ്ട് എന്നെ നന്ദി പറയണോ? പിന്നെ വിപിൻ സാറേ, എന്നെ കിളവന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന കാര്യേ ചേച്ചിയോട് പറയണ്ട. അതെന്താ? ചേച്ചി അറിയിക്കല്ലേ വേണ്ടത്? പാർവതി സംസാരിച്ച മുത്തശ്ശനും അമ്മയും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയാലോ? അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. ചേച്ചി ഇതറിഞ്ഞ വിഷമിക്കുമെന്ന് പറയായിരുന്നു. വിപിൻ സാറ് ഇടയ്ക്കിടയ്ക്ക് വരണം. വിപിൻ സാറിന് മാത്രമേ എന്റെ സങ്കടം മനസ്സിലാവൂ. വിപിൻ സാറിനെ കാണുന്നത് തന്നെ എനിക്കൊരു സമാധാനമാ. എന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോ ഓടി വന്നത്. അമ്മ ഇതുവരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറാൻ തോന്നിയല്ലോ. കാശ് കാരണമെന്നുള്ള വിചാരമൊന്നും ആ കുട്ടിക്കില്ല. അടുത്തവരെ വന്നതൊന്നും അല്ല, അയാള് കള്ളം പറഞ്ഞതാ. ഇവിടേക്കായി തന്നെ വന്നതാ. ഇവിടേക്കോ? എന്തിന്? വിപിൻ സാറിന് എന്നെ ഇഷ്ടമാണെന്നാ തോന്നുന്നത്. നീ എന്തൊക്കെയായി പറയുന്നേ? സുരഭിയുടെ ഫോണില് എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചാലേ ഫോൺ വെക്കില്ല. കൊറേ നേരം എന്നോട് സംസാരിക്കും. ഫോട്ടോയിൽ കണ്ടയാളെ മുത്തശ്ശനും അമ്മയ്ക്കും ബോധിച്ചില്ലെങ്കിൽ വിപിൻ സാറിന്റെ അച്ഛനോടും അമ്മയോടും
ഞങ്ങളുടെ കാര്യം സംസാരിക്ക്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വിപിൻ സാറിനെ ഞാൻ കെട്ടിക്കോളാം. പാർവതി, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? വിവാഹം ഭംഗിയായി നടക്കാൻ ഞാൻ സഹായിക്കണമെന്ന് വിശാൽ സാർ അന്ന് എന്നോട് പറഞ്ഞില്ലേ? വിവാഹ നിശ്ചയത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളാ വേണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ വിവാഹത്തിന് നിശ്ചയം പോലുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സാർ എന്നെ വഴക്ക് പറയൊന്നും ചെയ്യരുത്. നീ എന്താ കരയാണോ? ഏയ്, ഞാനെന്തിനാ കരയുന്ന? കണ്ണില് എന്തോ ഒരു കരട് പോയതാ. ദീപം തെളിയിച്ചിട്ടില്ല. കുടുംബത്തിലെ മുതിർന്ന ആള് ദീപം തെളിയിക്കണമെന്നാണ് ശാസ്ത്രം. അമ്മേ, കുടുംബത്തിലെ മുതിർന്നയാള് ദീപം തെളിയിക്കണമെന്നാ തിരുമേനി പറയുന്നത്. അമ്മ തെളിയിക്ക്. വിശാൽ എവിടെ? ആ, ദേ വരുന്നു. വാ, വാടാ. അമ്മേ, ഇരിക്കടാ. നമ്മുടെ തറവാട്ടിലെ വിവാഹ നിശ്ചയത്തിന് ഒരു പ്രത്യേക ചടങ്ങ് നടത്താറുണ്ട്. ഗോപിയേട്ടന് ഓർമ്മയുണ്ടോന്നറിയില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടോ അമ്മേ? ഞാൻ തിരുമേനിയോട് പറഞ്ഞിരുന്നു. കൊണ്ടുവന്നിട്ടില്ലേ തിരുമേനി? ഉണ്ടല്ലോ. ആഹാ. അല്ല, ഇതിപ്പോ എന്തിനാ ഇത്? വിവാഹിതരാകാൻ പോകുന്ന പയ്യനും പെണ്ണും ഓരോ ചിരാത് കൊളുത്തി വെക്കണം. അത് രണ്ടുപേരുടെയും പ്രേമമാണെന്നാ സങ്കല്പം. ചടങ്ങ് തീരുന്നത് വരെ 2 ചിരാതുകളും അണയാതെ കത്തി നിന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും.
ശാലേ, നീയും ജാസ്മിനും ഓരോ വിളക്കെടുത്ത് ആ വിളക്കിന് കത്തിക്ക്. മോനെ എടുക്ക മോനെ. അത് സാരമില്ല, വിളക്കണഞ്ഞു എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ വെറും സങ്കല്പമല്ലേ അല്ലേ? മംഗളകർമ്മങ്ങൾ ഭദ്രദീപം തെളിയിച്ച് നടത്തണമെന്ന. വീണ്ടും കൊളുത്തിയ പോരെ? തിരുമേനി, ആ വിളക്കണഞ്ഞാണില്ലേ, അതൊന്ന് കത്തിക്ക്. ഇനി വധൂവരന്മാർ വിളക്ക് കത്തിക്കട്ടെ. അത് തിരുമേനി പറഞ്ഞ ഒരു പോയിന്റാ. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ, ഒന്നിച്ച് വിളക്ക് കൊളുത്തി ചടങ്ങ് നടത്തട്ടെ. ആദ്യം ജാസ്മിൻ തന്നെ കൊളുത്തട്ടെ. വിവാഹ ചടങ്ങിന് വധുവിനാ മുൻതൂക്കം. കൊളുത്തുമോളെ. ഇതെന്താ കത്താത്തത്? മനുഷ്യരെ പറ്റിക്കുന്നത് പോലെ ദൈവങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. ഒരു മംഗളകർമ്മം നടക്കുമ്പോ വിളക്കണയുന്നത് പോലെ ഒരു വലിയ ലക്ഷണക്കേട് വേറെ ഇല്ല. ദേ, ഇപ്പോഴാണെങ്കിലോ വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നുമില്ല. പാർവതിയോട് കാണിച്ച നെറുകേടിനെ ഈശ്വരൻ പണി തരുന്നത്. അത് ജാസ്മിന്റെ കൈവറിച്ചിട്ടാ. ഓ, വിവാഹ നിശ്ചയം നടക്കുമ്പോ എല്ലാ പെൺകുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങതാ, ഞാൻ കത്തിക്കാം. ഈ വിവാഹം നടക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പാർവതി? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. വിശാലിനെ പിന്തിരിപ്പിക്കാൻ നീ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിശാല് പോലും
അവന്റെ തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോ നീ നിസ്സഹായായി പോയി. നീ തോറ്റുപോയെന്ന് വെച്ച് എന്റെ മോൻ ആപത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയോ? അതുകൊണ്ടാ ഞാൻ വിളക്കൂതി അണച്ചത്, ഇതെല്ലാം അലങ്കോലമാക്കിയത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും അറിയില്ല ദൈവമേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവളെന്തിനാ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത്? എന്റെ മോൻ ജാസ്മിനെ വിവാഹം ചെയ്യുന്നതിലുള്ള എന്റെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവും. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും വിശാലിനെങ്കിലും മനസ്സിലാവും. അവൾ ഈ വീടിന്റെ മരുമകളാകാൻ പാടില്ല. ഞാനുമല്ല ഈ വീടിന്റെ മരുമകൾ, നീയാണ് പാർവതി. നീ മാത്രമാണ് ഈ വീടിന്റെ മരുമകൾ. ആ സ്ഥാനം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കും പാർവതി, നിന്റെ കൂടെ ഞാനുണ്ട്. നിക്കടിയോടെ, ഇതെല്ലാം അലങ്കോലമായല്ലോ. നാശം പിടിച്ചൊരു കാറ്റ്. വാതിലും ജനലും ഒക്കെ മലർക്കെ തുറന്നിട്ടാലേ കാറ്റ് വരും. ഇതൊക്കെ ഇവളുടെ പണിയാ. ഏത് വിധേനയും ചടങ്ങ് മുടക്കണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാണല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാ? നീ തന്നെയാ കാരണം. നീ ഊതിയിട്ടുണ്ടാവും. നിന്റെ ഊതലിനെ കൊടുങ്കാറ്റിന്റെ ശക്തി ഉണ്ടല്ലോ. ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് പാർവതിയുടെ കുഴപ്പം. പാർവതി ചെയ്തത്, പാർവതി മനഃപൂർവ്വം വരുത്തി വെച്ചത്. മിനിറ്റിന് പാർവതിയെ കുറ്റം പറഞ്ഞാലേ അമ്മയ്ക്ക് സമാധാനമാവുന്നുണ്ടോ? അങ്ങനെ ചോദിക്കു വിശാലടാ. പാർവതിയെ പറയുമ്പോഴൊക്കെ വിശാല് ചൂടാവുന്നത് എന്തിനാ? ഇത്രയും സമയം കാറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചടങ്ങ് തുടങ്ങുമ്പോ കാറ്റ് എവിടുന്ന് വന്നു? ഇവള് ബ്ലാക്ക് മാജിക് കാണിച്ച് കാറ്റ് വരുത്തിയത് തന്നെയാ. പാർവതി ബ്ലാക്ക് മാജിക് കാണിച്ച് കാറ്റ് വരുത്തിയതാണെന്നോ? നിനക്കെന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? സംശയമൊന്നുമല്ല, ഉറപ്പാ. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. ഇവൾക്ക് ബ്ലാക്ക് മാജിക് അറിയാം. വായി തോന്നിയത് വിളിച്ചു പറയല്ലേ ജാസ്മിൻ. നീ ഒരാളെ കുറ്റക്കാരിയാക്കുമ്പോ അത് തെളിയിക്കാനുള്ള ബാധ്യതയും നിനക്കുണ്ട്. ഇവൾക്ക് ബ്ലാക്ക് മാജിക് അറിയാമെന്ന് പറഞ്ഞതേ ഇവള് തന്നെയാ. ഓർമ്മയില്ലേ, വിശാലിന്റെ മരിച്ചുപോയ അമ്മയെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവൾ പൂജ ചെയ്തത്?